പതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തി ചന്ദ്രികത പുഴയിൽ ഒഴുക്കും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ ശവം. അതുകൊണ്ട് ഞങ്ങൾ പരിശോധിച്ച് എന്തായാലും ഒരു ശ്മശാനം ഇവിടെ അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഒരു പ്രധാനപ്പെട്ട സമരം. ആ സമരത്തിന് ശേഷം ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ കുരിക്കൽ ചെയർമാനായി, ഞാനും മനോജ് അടക്കമുള്ളവർ മെമ്പർമാരുടെ ഉൾപ്പെട്ട കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി അതിന് വേണ്ട സ്ഥലം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എവിടെയും എത്തിയില്ല, ഒരു സ്ഥലം കിട്ടിയില്ല. ഒരു സ്ഥലത്ത് പോയാൽ അപ്പോൾ തന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതവിടെ പാരിസ്ഥിതിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ബന്ധാക്കുന്ന പരിപാടി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരു ഇടപെടൽ നടത്തി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു. പഞ്ചായത്ത് പറഞ്ഞത് ഇപ്പം ചെയ്യാൻ എന്ന് പറയുന്നതല്ലാതെ അത് ഇച്ഛാശക്തിയോടുകൂടി ചെയ്യാനുള്ള താല്പര്യമെടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെന്നെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സഹദുള്ള കല്ലട്ര ഇവരുടെ സഹായത്തോടു കൂടി ഈ കർണാട് വില്ലേജിൽ ഒരു സ്ഥലത്ത് ഒരു ശ്മശാനമുണ്ട്. പ്രത്യേക സമുദായത്തിന് 2 ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഡിജിറ്റൽ സർവേ വന്നപ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടു. ഡിജിറ്റൽ സർവേ തെളിഞ്ഞു അത് 10 സെന്റ് ഭൂമി ഗവൺമെന്റ് ഭൂമിയാണ്. ഇവിടെ 2 ശ്മശാനമുണ്ട്. ഈ ഗവൺമെന്റ് ഇപ്പോൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കെടുകാര്യസ്ഥയുടെ ഒരു വിളംബരമാണ് ഇത്. ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു മാനദണ്ഡവും പാലിക്കാതെ നമ്മളെല്ലാം കീശിൽ നിന്ന് പോയ പൈസ കൊണ്ടാണ് ഇത് കെട്ടുന്നത്. 3 കോടി രൂപയുടെ പഞ്ചായത്ത് ഓഫീസാണ്. എന്നാൽ ഇതെല്ലാം നമ്മളെ നോക്കുകുത്തിയാക്കി മാറ്റി ഇവിടുത്തെ പൗരജനങ്ങളെ ഒരു തരത്തിലും അവഗണിച്ചുകൊണ്ട്, എല്ലാ തരത്തിലും അവഗണിച്ചുകൊണ്ട് തന്നെ തോന്നിയവാസമാണ് ചില ലീഗ് നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലീഗിന്റെ ഓഫീസ് പോലെയാണ് കരുതുന്നത്. ഇത് ബഹുജനങ്ങളുടെ ഒരു പഞ്ചായത്ത് ഓഫീസ്. ജനകീയാസ്ത്രം വന്നു, 10 നൂറ്റാണ്ട് കഴിഞ്ഞു. എന്നിട്ടും ലീഗിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ഇടയിൽ തന്നെ ഇത് വന്നപ്പോൾ ഞാൻ 2 പ്രാവശ്യം ബോഡി യോഗത്തിൽ പങ്കെടുത്തില്ല, സുഖമില്ലാത്തതുകൊണ്ട്. ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ ചോദിച്ചു, അല്ല ടീച്ചറാണ് ഞാൻ വിളിക്കല്, ടീച്ചറെ ഇതെന്ത് പരിപാടി? ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നത് പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ പറയുന്നത് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യണം. പഞ്ചായത്ത് എൻ്റെ അഭിപ്രായം പാർട്ടിയുടേതോ LDFിന്റെ അഭിപ്രായമല്ല. എൻ്റെ അഭിപ്രായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉദ്ഘാടനം ചെയ്തുകൂടെ? പ്രസിഡന്റ് കുറെ നേരം മിണ്ടാണ്ടിരുന്നു. പിന്നെ പറഞ്ഞു ഇത് പാർട്ടി തീരുമാനിക്കുന്നതാണ്, ഞങ്ങളല്ല. അതിന്റെ അർത്ഥം എന്താ? ലീഗ് നേതാക്കൾ ഇടപെട്ട്, ധിക്കാരികളായ ചില ലീഗ് നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് ഇതുപോലെ മ്ലേച്ഛമായ പരിപാടിക്ക് കൂട്ടുനിൽക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടി നമുക്ക് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി 13-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന പരിപാടി മറ്റും നമ്മൾ പങ്കെടുക്കുന്നില്ല. LDFിന്റെ ഒരു ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നില്ല. 14-ാം തീയതി മുതൽ നമ്മൾ ഇതിന്റെ ഭാഗമാണ്. ഈ ഉദ്ഘാടന പരിപാടി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു കൂട്ടായ്മ. LDFിന്റെ സമാരാധനായ നേതാവുമായ സഖാവ് KV കുഞ്ഞിരാമനാണ്. അദ്ദേഹത്തെ ഞാൻ ഇവിടത്തേക്ക് ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുൻ പഞ്ചായത്ത് മെമ്പറും CPIയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറുമായ സഖാവ് T കൃഷ്ണനാണ്. അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടാവും. പിന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ കുറേ വർഷക്കാലമായി ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സഖാവ് T നാരായണൻ കുറേ കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KV കുഞ്ഞിരാമത്തിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പഞ്ചായത്ത് രാജ് നിയമമനുസരിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല.
തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചിഹ്നത്തിലും കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലും CPIM-ൻ്റെയും CPI-യുടെയും എല്ലാം തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിലും ആളുകൾ മത്സരിച്ച് ജയിക്കാറുണ്ട്. അവരെല്ലാം പഞ്ചായത്ത് മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് ഒരു ഭരണസമിതിയാണ്. പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഉള്ള വ്യത്യാസം സാധാരണ നിലയിലില്ല. പഞ്ചായത്ത് രാജ്യ നിയമപ്രകാരമില്ല. ആ നിലയിലാണ് മിക്കവാറും കോൺഗ്രസ് ഭരിക്കുന്നതായാലും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നതായാലും ഉള്ള പഞ്ചായത്തുകളെല്ലാം അവരുടെ ചുമതലകൾ നിർവഹിച്ചു വരുന്നത്. ഈ ചെമ്മനാട് മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെമ്മനാട് ലീഗ് തനിച്ചു ഭരിക്കുന്നതല്ല. വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ച് ചെമ്മനാട് പഞ്ചായത്തിനൊന്നും കിട്ടേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്ന ജനപ്രതിനിധികളല്ലല്ലോ. ഈ പഞ്ചായത്തിലെ പൊതുവായ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നന്നായി ഇടപെടുന്ന ഒരു MLA-യും നമുക്കുണ്ട്. ഇതിനു മുമ്പുള്ള MLA-മാരും ആ നിലയിൽ ഈ പഞ്ചായത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കഴിഞ്ഞൊരു 30 കൊല്ലമായി ഈ പഞ്ചായത്തിലെ MLA-മാർ CPIM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണല്ലോ. ഏതെങ്കിലും ഒരു ഇടതുപക്ഷ MLA ഈ ചെമ്മനാട് പഞ്ചായത്തിൽ നടക്കേണ്ട ഒരു വികസന പ്രവർത്തനത്തിന് ഏതെങ്കിലും വിധത്തിലൊരു പാര പണിതതായിട്ട് കോൺഗ്രസിനോ ലീഗിനോ പറയാൻ സാധിക്കും. ഇടതുപക്ഷത്തിൻ്റെ MLA-മാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനം ഞങ്ങളുടെ നാട്ടിൽ നടക്കാൻ പാടില്ല എന്ന് മൂക്കുമുറിച്ച് ശകുനം മുടക്കുന്ന ലീഗിൻ്റെ ചില പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള കോടിക്കണക്കിന് ഉറുപ്പികയുടെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോയതിൻ്റെ ഉദാഹരണങ്ങളും ഈ പഞ്ചായത്തിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായിട്ട് ജാഗ്രത കാണിക്കേണ്ടത് ആരാ? അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമല്ലേ സംവിധാനത്തിലുണ്ടോ? ഞാൻ തന്നെ 1-2 ഈ 5 കൊല്ലക്കാലത്തിനിടയിൽ പ്രതിഷേധ സമരങ്ങൾ ഇതേ സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്താണ് മറ്റ് CPIM ഭരിക്കുന്ന മറ്റു പഞ്ചായത്തുകളിൽ, ഇടതുപക്ഷം ഭരിക്കുന്ന മറ്റു പഞ്ചായത്തുകൾ നിങ്ങൾക്ക് അങ്ങനെ ആ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ ആ പഞ്ചായത്ത് ഭരണസമിതി ജനാധിപത്യപരമല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ ഒരു ആക്ഷേപവും വിമർശനവും നിങ്ങൾക്ക് ഉന്നയിക്കാൻ സാധിക്കാത്തത്? ഈ പഞ്ചായത്തുകളിലെല്ലാം ലീഗിൻ്റെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം അംഗങ്ങൾ, നേതാക്കന്മാർ അംഗങ്ങളായിട്ടുണ്ടല്ലോ. അവർക്ക് ആർക്കെങ്കിലും ഇവിടെ ചെമ്മനാട് പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്? അപ്പോൾ ഒരു മര്യാദയുമില്ലാത്തൊരു സമീപനം പഞ്ചായത്തിൻ്റെ ഭരണക്കാർ വെച്ചു പുലർത്തി മുന്നോട്ട് പോകാൻ, പൂർണ്ണമായും മറ്റു വാർഡുകളെ അവഗണിച്ചും പരിഗണിക്കാതെയും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? അങ്ങനെ പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഒരു മുന്നണിക്ക് അതിൻ്റെ ജനപ്രതിനിധികൾക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തേണ്ടി വന്നാൽ അത് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഭൂഷണമാണോ അല്ല അപമാനമാണോ? അത് അപമാനമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യമായ ബുദ്ധി പോലുമില്ലാത്ത കുറേ ആളുകൾ ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് സ്വീകരിക്കുന്ന ഈ തെറ്റായ സമീപനം ലീഗിൻ്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ ഏത് ജാതി മനുഷ്യന്മാരാ? ഈ നാടിൻ്റെ പൊതുവായ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ യോജിച്ച് മുന്നോട്ടേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു ജനാധിപത്യ സംവിധാനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കകത്തുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ആ ഉത്തരവാദിത്വം ഫലപ്രദമായി നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളാണ്. എന്നാൽ ഭരിക്കുന്ന ആളുകൾക്ക് അവരുടെ പാർട്ടി, അവരുടെ വാർഡ് എന്നതിനപ്പുറത്ത് പഞ്ചായത്തിനെ പൊതുവായി കാണാൻ, ജനങ്ങളെ പൊതുവായി കാണാൻ സാധിക്കുന്ന ഒരു സമീപനമില്ല എന്നുള്ളതാണ്. ആരാ ലീഗിനെ നയിക്കുന്നത്? എല്ലാ നേതാക്കന്മാരും പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വിദ്വാൻ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അയാൾ MLA ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്ന് അയാൾ പ്രസംഗിച്ചത് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്? ആരാണ് ഇയാൾ? പിണറായി വിജയൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്തയാൾ KM ഷാജി പ്രസംഗിച്ചത്. ആ KM ഷാജി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടത്തിയ പ്രസംഗം എന്താ?
ആ പ്രസംഗത്തിൽ ഷാജി പറയുന്നത് അടുത്ത തവണ ലീഗ് എന്തായാലും അധികാരത്തിൽ വരും, അധികാരം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അങ്ങനെ അധികാരം തിരിച്ചു പിടിക്കുന്നത് MLA-മാരെ ഉണ്ടാക്കാനോ മന്ത്രിമാരെ ഉണ്ടാക്കാനോ അതിന്റെ എണ്ണം കൂട്ടാനോ അല്ല. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്നത് എന്നാണ്. അപ്പൊ മുസ്ലിം ലീഗ് തന്നെയാണോ? UDF അല്ലേ? ഇവിടെ ചെമ്മനാട് പഞ്ചായത്തിനകത്തും മുസ്ലിം ലീഗ് തന്നെയാണോ ഭരിക്കുന്നത്? UDF ഇല്ലേ? ഇവിടെ കോൺഗ്രസിന്റെ ചില മെമ്പർമാരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ലേ? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ 10 കൊല്ലമായി ഉമ്മൻചാണ്ടിയുടെയും അതിനു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസിന്റെയും ഗവൺമെന്റുകൾ കൊടുക്കുന്നത് പോലെയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പണം കൊടുത്തിട്ടുള്ളത്. ആ നാടിന്റെ പൊതുവായ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നോക്കാതെ ആ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള തനത് ഫണ്ടായാലും അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള വിഹിതമായാലും ബജറ്റിന്റെ ഭാഗമായിട്ടുള്ള വിഹിതമായാലും നൽകുന്നതിൽ എന്തെങ്കിലും കുറവ് കാണിച്ചിട്ടുണ്ടോ ഗവൺമെന്റ്? അത് ചെലവഴിച്ചു തീർക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് UDF-ന്റെ പഞ്ചായത്തുകളുടെ ഒരു സമീപനം, ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്തുകളുടെ മറ്റൊരു സമീപനം, അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനാധിപത്യ ബോധം അനുവദിക്കാത്തത് കൊണ്ടാണ് ചെമ്മനാട് പഞ്ചായത്തിനകത്തും ശ്രദ്ധേയമായിട്ടുള്ള ഗവൺമെന്റിന്റെ മുൻകൈയിലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നത്. ഈ നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ലീഗിന്റെ ആഫീസിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ട് നടത്തിയതല്ലല്ലോ. അങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, ഞങ്ങളെ ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് പഞ്ചായത്ത് ആഫീസ് കെട്ടിയിട്ടുണ്ട്, ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടീനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യും. ഓക്കെ, ഞങ്ങൾക്ക് തർക്കമില്ല. പഞ്ചായത്ത് ഓഫീസ് ലീഗിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം കൊണ്ട് കെട്ടിയതല്ലല്ലോ, അത് സർക്കാരിന്റെ പണം കൊണ്ട് കെട്ടിയതല്ലേ? ആ സർക്കാരിന്റെ പണം കൊണ്ട് കെട്ടിയ പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അതിൽ കാണിക്കേണ്ടുന്ന സാമാന്യമായ ചില മര്യാദകളില്ലേ? ആ മര്യാദ പ്രകടിപ്പിക്കാൻ ആവശ്യമായിട്ട് സമീപനം സ്വീകരിക്കണ്ടേ? കുഞ്ഞാലിക്കുട്ടി MLA, ഈ മണ്ഡലത്തിലൊരു MLA ഉണ്ടല്ലോ, ഈ മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിൽ വേറൊരു MLA ഉണ്ടല്ലോ, 2 MLA ചെമ്മനാട് പഞ്ചായത്തിലില്ലേ? അതിലൊരാൾ കുഞ്ഞാലിക്കുട്ടിയെ പോലെ മുൻമന്ത്രി കൂടെയാണ്. എന്താണ് കുഞ്ഞാലിക്കുട്ടി മുൻമന്ത്രി, പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ളത് വലിയൊരു പദവിയൊന്നുമല്ല. കുഞ്ഞാലിക്കുട്ടിയെ മുൻമന്ത്രി എന്നുള്ള നിലയിൽ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെങ്കിൽ എന്താ ചന്ദ്രശേഖരനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചുകൂടാത്? നിലവിലുള്ള ഇവിടുത്തെ MLA കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചുകൂടാത്തത്? അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് മന്ത്രി അയാൾ അങ്ങനെ പ്രത്യക്ഷമായി കക്ഷി രാഷ്ട്രീയമൊന്നും പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. എന്താ വിളിച്ചാല്? എന്താ അഷറഫ് പ്രസംഗിച്ചത്? ഞാൻ പോയി ചോദിച്ച എല്ലാ കാര്യങ്ങളും ആരോഗ്യമന്ത്രി തന്നിട്ടുണ്ട്. ഒരൊറ്റ കാര്യത്തിലും കക്ഷി രാഷ്ട്രീയ വിവേചനം എന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അത് വീണ ജോർജിന്റെ മാത്രം ഒരു പ്രത്യേകതയല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മര്യാദയാണ്. ഭരിക്കുന്ന അല്ലെങ്കിൽ MLA ഏത് മണ്ഡലത്തിലെ ഏത് പഞ്ചായത്ത് എന്ന് നോക്കിയിട്ടല്ല, ആ മണ്ഡലത്തിന് പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇടതുപക്ഷമെന്നോ അതുപോലെ തന്നെ വലതുപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ അതിനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് AK അഷറഫിന് വീണ ജോർജിനെ പുകഴ്ത്തേണ്ടി വരുന്നത്. പച്ചക്കന്നെ അദ്ദേഹം അത് പറഞ്ഞു. അവിടെ നടന്ന വികസന പ്രവർത്തനം, രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളും ഉണ്ട്. മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളും ഉണ്ട്. UDF-നും അതെല്ലാം ഉണ്ട്. കഴിവ് പോലും ഇല്ലാത്ത വിധമുള്ള സമീപനങ്ങളാണ് ഈ പഞ്ചായത്തിലെ ലീഗിന്റെ നേതൃത്വം സ്വീകരിക്കുന്നത്. അങ്ങനെ വാർഡ് മുറിക്കാൻ പോയാലോ? ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇടതുപക്ഷം വിചാരിച്ചാലും അങ്ങനെ മുറിക്കാൻ പറ്റുമല്ലോ. ഏതെങ്കിലും ഒരു ആക്ഷേപം ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇവിടെ പച്ചയ്ക്ക് തന്നെ ചില ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യമായ ശ്രമം നടത്തുകയാണല്ലോ. അതിതീവ്ര പരിശോധന നടത്തിയിട്ടാണ് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കാൻ ആവശ്യമായിട്ട് സമീപനം സ്വീകരിച്ചത്. 64 ലക്ഷം ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ തള്ളിയത്. ഇവിടെയും വരികയാണ് അതിതീവ്ര വോട്ടർ പട്ടിക പരിശോധന. ആ അതിതീവ്ര വോട്ടർ പട്ടിക പരിശോധനയ്ക്കെതിരായിട്ട് കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയില്ലേ? അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി നിന്നോ? കേരളത്തെ ബാധിക്കുന്ന ഗൗരവതരമായ ഒരു വിഷയമെന്നുള്ള നിലയിൽ
ആ അതിതീവ്ര പരിശോധന ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തേണ്ടതില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാറ്റുക. അതെന്തൊരു മര്യാദയാണ്? അത്തരമൊരു സമീപനം ഒരു പാർട്ടിയും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ പഞ്ചായത്തിലെ ആളുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ തിരുത്തണ്ടേന്ന്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ചെമ്മനാട് പഞ്ചായത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. ഈ കേരളത്തിലും ഇന്ത്യയിലും സ്വാധീനമുണ്ട് എന്ന് അവർ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? അപ്പൊ ചെമ്മനാട് പഞ്ചായത്തിന്റെ താവട്ടത്ത് മാത്രം ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനമാക്കിയാൽ മതിയോ? അത് ശരിയായൊരു നിലപാടല്ലല്ലോ. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ തിരുത്താൻ അതിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കണ്ടേ? ഈ കുഞ്ഞാലിക്കുട്ടി തിരുത്തേണ്ടത്? ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് തന്നെ വിളിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയണ്ടേ? എന്നെ അല്ല വിളിക്കേണ്ടത്, ഞാനല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതിനുള്ള മര്യാദ കാണിക്കണ്ടേ? പിന്നെ പഴയതുപോലെ ഉദ്ഘാടനം ചെയ്യാൻ വലിയ അവസരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏടേലും തിരക്കേടില്ല, കിട്ടി ഉദ്ഘാടനം നടത്താനുള്ള മാനസികാവസ്ഥയിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല, വേറൊന്നും പറയാനില്ല. അപ്പൊ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പഞ്ചായത്തിലെ നേതൃത്വം ആ പോരായ്മ തിരുത്തണമെന്ന് പറയാനാണ് നിലപാട് സ്വീകരിക്കുക എന്ന സമീപനം മുസ്ലിം ലീഗിന്റെ ഈ പഞ്ചായത്തിലെ നേതൃത്വം സ്വീകരിക്കാതിരുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകാൻ പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ വകയുള്ള സംഗതിയാണോ ഇത്? ഒരിക്കലുമല്ല. ഡിസംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ ഒരു മാസം മാത്രമേ ഉള്ളൂ. ഈ അവസാനത്തെ നാളുകളിൽ ഈ പറയുന്ന അവസാനത്തെ നാളുകളിൽ ഉൾപ്പെടെ ഈ പറയുന്ന നിലയിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ലീഗിന്റെ നേതൃത്വത്തെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഒരു വൃത്തത്തിനകത്ത് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും നിലപാടെടുക്കാനും അല്ലേ പറ്റൂ. അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ജനാധിപത്യത്തിൽ ശരിയല്ല എന്നും ആ ശരിയല്ലാത്ത തീരുമാനം തിരുത്തി മുന്നോട്ട് പോകണമെന്നും അവരെ ഉപദേശിക്കേണ്ടതും തിരുത്തേണ്ടതും ലീഗിന്റെ നേതൃത്വമാണ്. ആ ഉത്തരവാദിത്വം അവരും നിർവഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പരിഹാസ്യമായ ഒരു അവസ്ഥ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ ഈ കാര്യം വളരെ കൃത്യമായി ആലോചിക്കണം. ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ള ഒരു സമീപനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചാൽ തിരുത്താൻ ഏത് ലീഗും തയ്യാറാകേണ്ടി വരും നാളെ. അങ്ങനെ തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം നമുക്ക് തുടർന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കണം. തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ സൗകര്യപ്രദമായ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ട എന്ന് പറയുന്ന മര്യാദകളുണ്ടല്ലോ, അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് അതിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട് എന്നുകൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്ത് ഈ പ്രതിഷേധ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കാം. കാരണം എല്ലാവരും പഞ്ചായത്ത് അംഗങ്ങളാണ്, പഞ്ചായത്ത് ഭരണസമിതിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റായി നേതൃത്വം കൊടുക്കുന്നു എന്ന നിലയിലുള്ള പ്രവർത്തനം നടക്കുന്നത് ആർക്കാണ് അറിയാത്തത്? ഇപ്പോ മുസ്ലിം ലീഗ് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പഞ്ചായത്തിന്റെ അധികാരം കൈയാളുന്നതൊന്നും. ഇപ്പൊ എന്തോ ചില ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറില്ലേ, പഴയ കാലത്ത് ഈ അല്പന് രാജ്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൊട പിടിക്കുമെന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അതുതന്നെയാണിത്. ഒരു മാറ്റവുമില്ല. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഈ ജനങ്ങളുടെ സമ്പത്ത് നാട്ടുകാരുടെ പണം കൊണ്ട്, അല്ലെങ്കിൽ സർക്കാർ നേരത്തെ പറഞ്ഞ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്ലാൻ ഫണ്ടിന്റെ 40% തുക പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെക്കുന്ന ഫണ്ടാണ്. ആ ഭരണ സംവിധാനത്തിന്റെ നിയമവിധേയം ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട്. ഈ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് എന്ന് വെച്ചാൽ എന്തോ മുസ്ലിം ലീഗുകാർ കൊടുക്കുന്ന ഒരു ഫണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കെട്ടിടം നിർമ്മിച്ചതെന്ന ധാരണയിൽ അതിനെ അല്പത്വമെന്നല്ലാതെ മറ്റെന്താണ് പറയാൻ കഴിയുക? വളരെ അല്പത്വമല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉദ്ഘാടകന്റെ പേര് പറയാൻ ആദ്യം മുതലേ ഇവർക്ക് ധൈര്യമില്ല. എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇപ്പൊ ഏറ്റവും അവസാനം വരെ ഞാനിപ്പോ ഇറങ്ങി വരുമ്പോൾ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ക്ഷണപത്രം കാണാം. ഇപ്പോഴുണ്ട് എന്റെ ഫോണിലുണ്ട് ഒരു ക്ഷണം, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും.
പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ക്ഷണപത്രം, പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടോദ്ഘാടനം ഒരു ജനകീയ ഉത്സവമായി മാറ്റണം എന്നതിൽ പറയുന്നുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞങ്ങളെയും കൂടെ കാശ് കൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ സൗകര്യം വർദ്ധിപ്പിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അതിലൊന്നും ഒരാക്ഷേപവും ഞങ്ങൾക്കില്ല. പക്ഷെ ആ ഉദ്ഘാടനത്തിന് ആളുകളെ ക്ഷണിക്കുന്ന ക്ഷണപത്രത്തിൽ ഉദ്ഘാടകന്റെ പേരില്ല. അപ്പോൾ ശ്രീമാൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പൊതുജനങ്ങളോട് പറയാൻ ചെമ്മനാട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് UDF ഭരണസമിതിക്കോ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് നേതൃത്വത്തിന് ധൈര്യമില്ല. കാരണം ഈ ജനങ്ങളുടെ കാശ് കൊണ്ട് നിർമ്മിച്ച ഈ പഞ്ചായത്ത് ഓഫീസ് എല്ലാ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന ഒറ്റ പരിഗണന വെച്ച് ഉദ്ഘാടനത്തിൽ തീരുമാനിച്ചാൽ ജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് ഇവർക്ക് നേരത്തെ തോന്നിക്കാണും. അതുകൊണ്ട് ഇത് രഹസ്യമായി വെച്ചതാണ്. അവസാനം പറയേണ്ടി വരുമല്ലോ, പുറത്തറിയുമല്ലോ. ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തതിന് ശേഷമാണ് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ അറിയുന്നത്. അപ്പോൾ തന്നെ പറഞ്ഞു അതിന്റെ പ്രോട്ടോകോൾ ലംഘനവും ഭരണഘടനാപരമായി നടത്തുന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ഇവർക്ക് അതൊന്നും ബാധകമല്ല. പദവിയുള്ള പ്രതിപക്ഷ നേതാവ് വന്നാൽ ഞങ്ങൾക്ക് ആക്ഷേപമില്ല. ഞങ്ങൾക്ക് വ്യക്തിപരമായി കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടല്ല ഇത് പറയുന്നത്. ഞങ്ങൾക്ക് ഭരണസമിതി അംഗങ്ങളോടും വിരോധം. നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് അരുതാത്തതാണ്. പ്രോട്ടോകോൾ ലംഘനമാണ്. സാധാരണ ഒരു സാമാന്യ മര്യാദ ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. മുസ്ലിം ലീഗിന്റെ ഓഫീസാണെങ്കിൽ ഇത് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പഞ്ചായത്ത് ഓഫീസ് മുസ്ലിം ലീഗിന്റെ ഓഫീസാണ് എന്ന ധാരണയിലാണ് ചില ആളുകൾ വർത്തമാനം പറയുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ വന്നും സംഘാടന സമിതി യോഗത്തിൽ വന്നും നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ഞാൻ അധികാരം തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന അല്പന്മാരായിട്ടുള്ള പ്രാദേശിക നേതാക്കന്മാരുടെ അനുസരണത്തിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഈ ഭരണസമിതി കാട്ടിക്കൂട്ടുന്നത്. ഇപ്പൊ നേരത്തെ കുഞ്ഞിരാവട്ടം പറഞ്ഞ പോലെ നിങ്ങളെ തിരുത്താനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് തോന്നിയവാസമാണ്, അസംബന്ധമാണ്, നിയമവിരുദ്ധമായ കാര്യമാണ്, നാട്ടിൽ നടക്കാത്ത കാര്യമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതിന്റെ പഞ്ചായത്ത് അംഗങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ ആ ബാധ്യത നിറവേറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഓഫീസോട് പ്രതിഷേധിച്ചിട്ടല്ല. ഓഫീസോട് പ്രതിഷേധമില്ല. കാരണം നമ്മുടെ കൂടി കാശ് കൊണ്ടാണ് ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വികസനക്ഷേമ മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. അന്ന് പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു സലാം. നെഞ്ചിലെ താളവും ഗുലാബിനോളവും ഒത്തുചേർന്നു പോലെ സലാം. ിനുള്ളിലായി ചെറുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാം. സലാം 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 സലാം. ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഒന്നിച്ചു നിന്ന് മുന്നോട്ടേക്ക് എന്റെ ചെങ്കൊടി. സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയും പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു സലാം. നെഞ്ചിലെ താളവും ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ സലാം. ചെറുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാം. സലാം 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 സലാം.
ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.